അവനവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകി. ഇവന്റെ കൂട്ടുകാരും ഇന്റർവെല്ലിന് പോലെ പറയണവേ. വേണ്ട വേണ്ട, ഇനി പെടല് വെട്ടിട്ട് ആശുപത്രി പോകണ്ടേ, പൈസ ക്യാമറ കണ്ടപ്പോ മുഖം മാറ്റി വെച്ചേക്കണ കുട്ടനെ കണ്ട. നമുക്ക് സങ്കടങ്ങൾ വരുന്നത് എപ്പോഴാന്നറിയാവോ? എപ്പോഴാ നമുക്ക് സങ്കടം? എന്നാ സ്ഥലം? അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ. നമ്മൾക്ക് സാധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിന്തയായിട്ട് പോയി കഴിഞ്ഞാൽ ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതുതായിട്ട് വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് സ്നേഹം, ഒരുപാട് സ്നേഹം. താങ്ക് യു. അപ്പം ഇതുവരെയൊക്കെ എത്താൻ സാധിച്ചതിൽ, ഇതുവരെ എന്ന് പറഞ്ഞാൽ എങ്ങും എത്തപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടതിലും നമ്മുടെ ചാനലൊക്കെ മോണിറ്റൈസറൊക്കെ ആയല്ലോ, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അതിലേക്കൊക്കെ ഒരുപാട് സന്തോഷം. കാരണം ഞങ്ങളുടെ വളർച്ച ഞങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ടൊന്നും അല്ല, നമ്മുടെ വീഡിയോ കാണുന്നതിലൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തരുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, അത് മാത്രമാണ് നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മുടെ വളർച്ചയ്ക്ക് മുഴുവൻ കാരണവും അതൊക്കെ തന്നെയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അതും വലിയ കണ്ടന്റ് നൽകിക്കൊണ്ടുള്ള വലിയ കോണ്ടന്റ് ക്രിയേഷനൊന്നും അല്ലല്ലോ നമ്മൾ തരുന്നത്. സാധാരണ ക്രിയേറ്റിവിറ്റി, സാധാരണ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ വിശേഷങ്ങൾ, ഇതൊക്കെയാണ് തരുന്നത്. അപ്പം ഇതൊക്കെ കാണാനും ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ അറിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. ഇതാ ഇവിടെ ഒരാൾ അരി വറുത്ത് പഞ്ചസാരയും തേങ്ങയൊക്കെ, തേങ്ങ ഉണ്ടോടാ? ആണോ? ഓദിക്കണ ഇനി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വീഡിയോ കാണുന്നവർ മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അതും ഈ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിനകത്ത് ആൻസൂട്ടനാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ചെന്ന് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ 10 സബ്സ്ക്രൈബേഴ്സ് 20 സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ട്. ഇവൻ നമ്പർ നോക്കി വയ്ക്കും, കൂടിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ സന്തോഷം കാണും. ഭയങ്കര സന്തോഷമാണ് ആൻസൂട്ടനാണെങ്കിൽ പനിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് വന്ന് പനിയും പിടിപ്പിച്ചോണ്ട് വന്നത്. സ്കൂൾ തുറന്നാൽ പിന്നെ എന്താണേലും കുട്ടികൾക്കൊക്കെ പനി ഉണ്ടാവുമല്ലോ. പക്ഷെ ആൻസൂട്ടന് പനി വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എങ്ങും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ആൻസൂട്ടന് പനി വന്നത്. ഈ ആൻസൂട്ടന് ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഭയങ്കര സ്പീഡപ്പ് കേട്ടോ, പക്ഷെ മലയാളം എഴുതുമ്പോൾ ഇച്ചിരി സ്പീഡ് കുറവാണ്. അത് ഈ CBSE പിള്ളേരുടെ എല്ലാം മിക്ക പ്രധാന പ്രശ്നമാണ്, മലയാളത്തിൽ ഇച്ചിരി കോൺസെൻട്രേഷൻ കുറവാണെന്നുള്ളത്. അപ്പോൾ ഈ പിറ്റേ ദിവസത്തേക്കുള്ള വർക്കുകളൊക്കെ ടീച്ചർ ഇങ്ങനെ ബോർഡിൽ കൊടുക്കുമ്പം അത് നമ്മൾ ഡയറിയിലേക്ക് ഇങ്ങനെ എഴുതിയിടണം. അപ്പം അങ്ങനെ ആൻസൂട്ടന് ഡയറിയിലേക്ക് എഴുതിയത് ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ ആൻസൂട്ടന് വേറൊരു കുട്ടികളെ കൂടി ഇരുന്നിട്ട് എഴുതിക്കൊണ്ടിരുന്നപ്പം അവനും ലേറ്റായി, ഇവരും ലേറ്റായി എഴുതാൻ. അപ്പം ഇവർ രണ്ടുപേരും നിങ്ങൾ വല്ല മത്സരം വെച്ചായിരുന്നു ആരാദ്യം എഴുതി തീർക്കും എന്നുള്ളേ. അപ്പോൾ അവൻ ഇച്ചിരോടെ സ്പീഡിൽ എഴുതി, അവൻ ആദ്യം എഴുതിയിട്ട് ഇവനെ കളിയാക്കി. നിനക്ക് മലയാളം എഴുതാനായിട്ട് നിനക്ക് സ്പീഡ് പോരാന്ന് പറഞ്ഞ് അവൻ കളിയാക്കി കഴിഞ്ഞപ്പം അവൻ ഇരുന്നിട്ട് തൊള്ള കയറി ഇരുന്ന് അങ്ങ് കരഞ്ഞു കൊടുത്തു. ഇവൻ ഇൻ്റർവെല്ലിനൊന്നും പോകാതെ ഇവൻ അവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകിയിട്ട്, ഇവൻ്റെ പ്രത്യേകത അവൻ കരഞ്ഞു കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ ജലദോഷം വരുമെന്നുള്ളത് ഇവൻ്റെ ഒരു പ്രത്യേകതയാണ്. മുഖീക്കണ ഇങ്ങനെ പാലരുവി വരും. അവനവിടെ ഇരുന്ന് കരഞ്ഞു മെഴുകി. ഇവൻ്റെ കൂട്ടുകാരും ഇൻ്റർവെല്ലിന് പോലെ. ഇവൻ ക്ലാസ്സിൽ ഭയങ്കര ഫേമസും ഭയങ്കര കില്ലാടിയൊക്കെ ആയിട്ട് ഇവന് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഇവനെ ഈ തലവേദനയായിട്ടും വോമിറ്റിംഗ് ആയിട്ട് ഞാൻ ഇടയ്ക്ക് പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് സ്കൂളിൽ പോയിട്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം കൊച്ചിന് വോമിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് വിളിക്കുമ്പം നമ്മൾ വീഡിയോ എടുക്കാൻ പോവുകയാണോ അവരെ കൊണ്ടുവരാനായിട്ട്. അതിവിടെ അടുത്തൊന്നുമല്ല സ്കൂള്, ഓടിപ്പാഞ്ഞു വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ നമ്മളങ്ങോട്ട് വിട്ടുപോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവന് വലിയ പ്രശ്നമൊന്നും ഇല്ല. പിന്നെ സ്കൂളുകാർക്ക് ആ ഒരു ഇതാണല്ലോ, നീ അങ്ങനെ കൂടിയാലോന്നൊക്കെ ഓർത്ത്. അപ്പം അങ്ങനെ അന്നൊക്കെ ഞാൻ ഇവനെ കൊണ്ടുവരാൻ പോകുമ്പോഴത്തേക്ക് ഒരു സെറ്റ് പിള്ളേരും ഇവൻ്റെ കൂടെ താഴെ വരെ വരും കേട്ടോ. ഇവനൊക്കെ ഇറക്കി വിടണ വരെ, എന്ന് വരൂടാ, എപ്പോൾ വരൂടാ, നാളെ വരുവോടാ എന്നൊക്കെ ചോദിച്ച് ഇവരെ കയ്യിലൊക്കെ പിടിച്ച് ഒരു സെറ്റ് പിള്ളേർ. അതുകൊണ്ട് ഇവന് ക്ലാസ്സിൽ ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ട് ആരും ഇൻ്റർവെല്ലിൽ നിന്ന് പോയില്ല. ഇവൻ ആ ക്ലാസ്സിലിരുന്ന് നാണയില്ലാത്ത കരഞ്ഞ് മെഴുകി ക്ലാസ്സിനകത്തിരുന്ന് അങ്ങനെ ഇവന് പനിയായി. അപ്പോൾ ഈ ജലദോഷം പിടിച്ച കാര്യമോ ഇവൻ കരഞ്ഞ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാനും വന്നു കഴിഞ്ഞപ്പോൾ ഇവനെ പിടിച്ച് കുളിപ്പിച്ച്, അങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അതിനുശേഷം ആ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവനിവിടെ വന്നിരുന്നിട്ട് അന്നേരം ഒന്നും ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞു അവന് ജലദോഷമാണ്, ഇവന് പനിക്കുവാ, തലവേദന എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇവന് പനി, ഇനിയിപ്പോൾ വേറെ പനിയൊക്കെയുള്ള വൈറൽ ഫീവറൊക്കെ മഴക്കാലമൊക്കെ ആണല്ലോ, ആരുടെയെങ്കിലും കൈ നീട്ടിപ്പോൾ ഇല്ല, എന്നെ
നീ നീ നല്ല കരയോ ചെയ്തോ, നീ വല്ല പേടിക്കോ കറിയൊക്കെ ചെയ്തോ? ഞാൻ കരഞ്ഞായിരുന്നു. എന്നത്തിന് കരഞ്ഞ? ഒരു കൊച്ചു കളിയാക്കിയപ്പോൾ ഞാൻ കരഞ്ഞ് മെഴുകി വന്നു എന്ന് പറഞ്ഞ ആനസുകുട്ടനാണ് ഇപ്പം ഈ ഇരുന്ന് അരി വറുത്തത് തിന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ പോവുകയാണെങ്കിൽ ഈ പള്ളികളിൽ ഇങ്ങനെ അരി വറുത്ത് കുരുമുളകൊക്കെ ഇട്ട് വെക്കും, അല്ലെങ്കിൽ ചുമ്മാ അരി വറുത്ത് വെക്കും. അതിന് നേർച്ച കാണുമേ. ഇപ്പം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് മുഴുവിപ്പിക്കേണ്ടതെന്നൊന്നും അറിയാൻ പാടില്ല. പിന്നെ അപ്പം തന്നെ അരി തപ്പാനായിട്ട് ഓട്ടം കാണാം. അപ്പം ഭയങ്കര ഇഷ്ടം അരി വറക്കുന്നത്. അരി വറുത്ത് പള്ളിയിലേക്ക് നേർച്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒരുപാട് ഉറുമ്പൊക്കെയാണ്, ഉറുമ്പ് പോയി കിട്ടുമെന്ന് പറയണേ. സെൻറ്റ് ജോർജ് ചർച്ചിലേക്ക് അരി വറുത്ത് കൊടുത്താൽ വീടുകളിൽ ഉറുമ്പ് ഒത്തിരി ഉണ്ടെങ്കിൽ ആ ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ. അരുവിത്ര പള്ളി, മുതലക്കടം പള്ളിയിലേക്കൊക്കെ അങ്ങനെ ഒരു വിശ്വാസം കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങളെന്നൊക്കെ പറയാനായിട്ട്. എന്നാണേലും ഇങ്ങനെ കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് ലൈഫ് മുന്നോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ വലിയ സങ്കടങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഒരു ടിപ്സ് ആകെപ്പാടെന്ന് പറഞ്ഞാൽ, സങ്കടം വരാതിരിക്കാനുള്ള ടിപ്പ് എന്നാ ഡാൻസ്? എന്നാലും സങ്കടങ്ങൾ വരാതിരിക്കാനുള്ള നിൻ്റെ ടിപ്പ് എന്താ? നീ ഇങ്ങനെ എപ്പോഴും തുള്ളിക്കളിച്ചൊക്കെ നടക്കണതാണല്ലോ, കുടുംബ പ്രാരാബ്ദങ്ങളൊന്നും അറിയാതെ നീ ഇങ്ങനെ എപ്പോഴും തുള്ളിക്കളിച്ചും അന്ന് കളിക്കാൻ പാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്ന കാണാവേ. അയ്യോ ഒന്ന് പറഞ്ഞേ, എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു കൊടുക്കണം. അതിനാ കഴുത്തിനൊക്കെ വേദനയാടാ, ഇങ്ങനെയൊക്കെ പിടിച്ച് ഞെക്കല്ല പറയണവേ. വേണ്ട ഇനി പെടല് വെട്ടിയിട്ട് ആശുപത്രി പോകണ്ടേ, പൈസ ഇല്ല. എടാ പറയടാ, കഴുത്തിൽ ഞൊട്ട പിടിച്ചേർട്ടെ. വെറുതെ പറഞ്ഞു, എടാ നീ ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ആ പനി മൊത്തം ഇങ്ങനെ തരല്ലേ. എനിക്ക് പനിച്ച് വരച്ച് കുളിക്കാതിരിക്കണ ഇഷ്ടമല്ല. എടാ പ്ലീസടാ, ശല്യം ചെയ്യണടാ. പറ. അതെ നമ്മുടെ അടുത്ത് ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, ഇത് കണ്ടോ, നമ്മുടെ നേരെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, നേരെ ഫ്രണ്ടിൽ കാണിച്ചിരാവേ. ക്യാമറ ഫേസ് ഇഷ്ടമല്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന കേട്ടോ, എൻ്റെ മെടിയാണ് ഈ കാണുന്നത്. എൻ്റെ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ ഇരിക്കുന്ന കേട്ടോ. ഇരിക്കുന്ന ആരാന്നറിയാമോ? ബാസ്ക്യൂ. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ എവിടെയെങ്കിലും പോകാവോ, ഞാൻ എവിടെ പോയെന്ന് അന്വേഷിച്ചോണ്ട് എൻ്റെ പുറകെ വരുന്നതാണ്. ക്യാമറ കണ്ടപ്പോൾ മുഖം മാറ്റി വെച്ചേക്കണ കുട്ടനെ കണ്ട ക്യാമറ അതറിഞ്ഞു പിന്നെ മുഖം തിരിച്ചു വെച്ച്. അതാണ് ബാസ്ക്യൂ മോനെ. അതിന് ശ്വാസം മുട്ടും. നമ്മുടെ കൂടെ 24 മണിക്കൂർ കൊണ്ടിട്ട് അവന് പിന്നെ വേറെ ടൈം പാസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണോ ഇവരൊക്കെ സമയം കളയുന്നത്? അപ്പം നിന്നോട് ചോദിച്ചിട്ടുള്ള ആൻസ് തന്നിട്ടില്ല. സങ്കടങ്ങൾ ഒഴിവാക്കാനായിട്ട് ആൻസിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാമോ എനിക്ക്? നീ എപ്പോഴും അരി വറുത്ത് തിന്നാനോ? ആ വീണ്ടും കളിക്കുക? വീണ് കളിക്കാനോ? എവിടെ പോയി വീഴാൻ? ഒന്ന് കഴിഞ്ഞ ദിവസം കുത്തിച്ചെന്ന് വീണേൻ്റെ ഇതുവരെ മാറിയിട്ടില്ല. ഇവനുണ്ടായിരുന്നു, ഇവൻ ചിരിച്ച് നിലത്ത് കിടന്ന് ഉരുണ്ട് കിടന്ന് ചിരിച്ചാൽ എൻ്റെ വീഴ്ച കണ്ടിട്ട്. നാക്കെന്ന് ഉദ്ദേശിച്ചത് ബാസ്ക്യൂനുണ്ടോ? പിന്നെ എന്റെ പൊന്നോ വേണ്ട, അവിടെ ഇരുന്ന് കഴിച്ചോ, അതാ നല്ലത്. സങ്കടങ്ങൾ ഒഴിവാക്കാനില്ലേ കുറേ കാര്യങ്ങൾ. നമുക്ക് സങ്കടങ്ങൾ വരുന്നത് എപ്പോഴാണെന്നറിയാവോ? എപ്പോഴാണ് നമുക്ക് സങ്കടങ്ങൾ വരുന്നത്? നമ്മുടെ ഉള്ളിൽ കുറേ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണൂലേ, അത് കിട്ടാതെ വരുമ്പോഴല്ലേ നമുക്ക് സങ്കടം ഉണ്ടാവണേ, വിഷമം ഉണ്ടാവണേ. കുറേ ആഗ്രഹങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, കുറേ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നമുക്ക് നേടാൻ സാധിക്കാതെ വരുമ്പോൾ, അത് കിട്ടാതെ വരുമ്പോഴൊക്കെയാണ്. വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് കോടികൾ കിട്ടണം, വലിയ മണിമാളിക കിട്ടണം, അങ്ങനെയൊന്നുമല്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണേലും മതി. ഇപ്പോൾ നിനക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട നല്ലൊരു പെൻസില്, അതിൻ്റെ മൂട്ടിൽ, ആ പെൻസിലിൻ്റെ മൂട്ടിൽ എന്തെങ്കിലും എറേസർ, വേറെ എന്തെങ്കിലും ഡിസൈനുള്ള എറേസറൊക്കെ കുത്തി വെച്ചൊരു പെൻസിൽ, ഷാർപ്നർ, ക്യാപ്പ്, അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ആവട്ടെ, അതിങ്ങനെ ഇരിക്കുകയാണ്. മങ്കി പൊങ്കി ഹങ്കി ഭംഗി. അപ്പൊ അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടോടാ? അത് പോട്ടെ, എന്തെങ്കിലും ഒരു കളിപ്പാട്ടം അവിടെ ഇരിക്കുന്നത് കണ്ട് നിനക്കത് വേണമെന്നുള്ള ആഗ്രഹം തോന്നി. നിന്റെ കയ്യിൽ അത് വാങ്ങാൻ പൈസ ഇല്ല. അപ്പൊ നിനക്കത് വീട്ടിൽ വന്നാലും അതൊരു വിഷമല്ലേ ഉള്ളിൻ്റെ ഉള്ളില്? അത് വാങ്ങിയില്ലെങ്കിൽ ഒരു വിഷമം വരില്ലേ? ഇപ്പം നിന്റെ കയ്യിൽ കുറേ കാശുണ്ട്, ഒത്തിരി ഒന്നും ഇല്ല, 10, 100, 150 രൂപ ഉണ്ടെന്ന് വെച്ചോ. ആ കാശ് ഞാൻ മൊത്തം എടുത്ത് ഞാൻ എന്തെങ്കിലും വാങ്ങാനായിട്ട് എടുത്തു. നിന്റെ പേഴ്സ് കാലിയായി, നിനക്കതൊരു വിഷമല്ലേ? ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പം നമുക്ക് തോന്നുന്ന ആ ആഗ്രഹം, എന്താഗ്രഹമാണോ നമുക്ക് തോന്നുന്നത്, ആ ആഗ്രഹം നമ്മൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരുമോ? ഇല്ലല്ലോ.
നടക്കില്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന, നമുക്കറിയാവുന്ന 100% ഉറപ്പുള്ള കുറേ കാര്യങ്ങൾ കാണുമ്പോൾ അപ്പം തന്നെ സ്വന്തമാക്കാം, കാണുമ്പോൾ അപ്പോഴെ തന്നെ സ്വന്തമാക്കാം എന്ന് കരുതുന്ന കുറേ കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ എന്ത് പറ്റും? നമുക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ മാക്കാൻ പറ്റും, മാറ്റാനായിട്ട് പറ്റും. അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. പലരും പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഹാപ്പിയാണ് വീഡിയോ കാണുമ്പം ഇഷ്ടം തോന്നാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഞാൻ ചിന്തിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും സാധിക്കാൻ പറ്റത്തില്ല. എനിക്ക് സാധിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ എന്താണെന്ന് നിനക്കറിയാൻ പറ്റുമോ? നീ വളർന്നാലേ ചിലപ്പോൾ അതൊക്കെ സാധിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയായിരിക്കും? പറയടാ. വീട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂടാ. വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റും, പൈസയും വരും. അതല്ലാതെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ വണ്ടി ഇല്ല എന്നുള്ളത് അതൊരു സത്യമാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഇന്നത്തെ കാലത്ത് വണ്ടിയില്ലാത്ത, ഒരു സ്കൂട്ടർ പോലും ഇല്ലാത്ത വീടുകളില്ല. പക്ഷേ അതിനകത്തുകൊണ്ട് എനിക്കതിലൊരു ദുഃഖമൊന്നുമില്ല. പറ. വണ്ടി നമുക്ക് സാധിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്നാ സ്ഥലം? അത് നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ. അത് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം കേട്ടോ. നമുക്ക് വീടില്ലാത്തുള്ള വീടൊക്കെയാണ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതുപോലും ഇല്ലാത്ത എത്രയോ പേരുണ്ടല്ലേ. വീടില്ലെന്നുള്ളതൊരു ദുഃഖമാണ്. അതുപോലെ തന്നെ വണ്ടി യാത്രകൾ ചെയ്യാനായിട്ട് ഇപ്പം എല്ലാവർക്കും വീടിനകത്തിരുന്നുള്ള വ്ളോഗൊക്കെ കണ്ട് മടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും സ്ഥലങ്ങളൊക്കെ പോകുന്ന, അങ്ങനെയുള്ള യാത്രകൾ പോകുന്ന വ്ളോഗുകൾ ഇടാനൊക്കെ ആയിട്ട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാധിക്കാൻ പറ്റാത്ത ഒന്നാണ് രാത്രിയിലുള്ള യാത്രകൾ. രാത്രിയിൽ ഒരു പാതിരാ കുർബാന കാണാൻ, ഈസ്റ്റർ മറ്റേ ക്രിസ്മസ് പോലെയുള്ള സമയങ്ങളിൽ പാതിരാ കുർബാന കാണാൻ പോകാൻ പറ്റാറില്ല. രാത്രിയിൽ ഒരു ഗാനമേള കാണാനായിട്ട് പോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അതിന് ഒരു പ്രൊട്ടക്ഷൻ എന്താണേലും നമുക്ക് വേണമല്ലോ. യാത്രയ്ക്ക് ബോയ്സ് വീട്ടിലെ കുടുംബനാഥനോ അങ്ങനെ ആരെങ്കിലും ഭർത്താവോ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോയി രാത്രി പോകാൻ പ്രൊട്ടക്ഷൻ അത്ര നല്ലതല്ല ഇന്നത്തെ കാലത്ത്. പണ്ടങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് സാധിക്കാത്ത രാത്രിയിലെ യാത്രകൾ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട്, എനിക്കത് വേണമെന്നുള്ള ചിന്ത വെച്ചിട്ട് ആരോടും വാശി പിടിച്ച് എനിക്കത് വാങ്ങിത്തരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാനാണെങ്കിൽ എനിക്കാരുമില്ല. എനിക്ക് എന്തെങ്കിലും കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിച്ചൊന്ന് വാങ്ങിച്ച് ഇറിറ്റേറ്റ് ചെയ്യണേ. നിർബന്ധം പിടിച്ച് അത് വേണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ട് ഇനിയിപ്പോൾ ഇവൻ വലുതായി വല്ല ജോലിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവനെ എനിക്ക് ശല്യം ചെയ്യാനായിട്ട് അങ്ങനെ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കാനോ അതിനെ ഓർത്ത് വെറുതെ ഇരുന്നിങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കാനോ കാര്യമില്ല. എന്തുവാടാ ഒരു പാത്രം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ രണ്ടുപേരും ഒരേപോലത്തെ കളർ, ആഷ് കളറൊക്കെ ആയിട്ടിട്ടേക്കുന്നത്. അപ്പം അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മളത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുഃഖം വരില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ട് അയ്യോ ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് അങ്ങനെയാണല്ലോ വന്നത്, എനിക്കിതേ ഉള്ളല്ലോ എന്നോർത്ത് അങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന പിന്നെ അതിനെ സമയം കിട്ടത്തുള്ളൂ. കുറേ കാര്യങ്ങൾ ലൈഫിലുണ്ട്, അത് നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ചേക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ വീട്, കാറ്, അത് കുറേ ക്യാഷ്, അതൊക്കെ എപ്പോൾ അവിടെ ലൈഫിൽ വന്നു ചേരാം. ആ ലിപ്സ്റ്റിക്ക് തുടച്ചതാ. കുറേ കാര്യങ്ങളെല്ലാം എങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാവുന്നതുണ്ട്. അതൊക്കെ എന്താണ്. പിന്നെ സ്വന്തമായിട്ട് വണ്ടിയില്ലാത്ത അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുന്നേ ഇല്ല. നമ്മൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ എന്തെങ്കിലും വാങ്ങുന്നെങ്കിൽ മാത്രമല്ലേ പുറത്ത് പോകുന്നുള്ളൂ, അല്ലാതെ പോകുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു വണ്ടിയുടെ ആവശ്യമൊന്നും അങ്ങനെ തോന്നിയില്ല. ആദ്യം സ്വന്തമായിട്ടൊരു വീട്, അതിനുശേഷം മതി വണ്ടിയും തൊണ്ടിയും ഒക്കെ എന്ന് ഞാൻ സ്വന്തമായിട്ട് വിചാരിച്ച കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താണെങ്കിലും ഒരു വണ്ടിയുടെ ആവശ്യമൊക്കെ വേണ്ടി വരും. ബസ് സൗകര്യം ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടാണ് പറമ്പിൻ്റെ അടുത്തോടെ ബസ് പോകുന്നതായതുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. 2 മിനിറ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് ഇടവിട്ട് ബസ്സുള്ള റോഡിലാണേ നമ്മൾ വാങ്ങിയിട്ടേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ആൻസിക്കുട്ടനെ മനസ്സിലായോ? നമ്മൾക്ക് സാധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിന്തയായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? സങ്കടം വരുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? നീ പറഞ്ഞോ? നിന്റെ പനിയൊക്കെ മാറിയോടാ? പിന്നെ എന്നോട് ഞാൻ തിങ്കളാഴ്ച പോകണ്ടെന്ന് പറഞ്ഞു.
അല്ലെങ്കിൽ ഞാൻ തിങ്കളാഴ്ച വന്നിട്ട് അവിടെ പോയിട്ട് വോമിറ്റേഷനും കഴിഞ്ഞ് ഇങ്ങനെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിന്ന് വണ്ടിയും വിളിച്ചോണ്ട് പോകേണ്ട വരും പിന്നെ കൊണ്ടുവരാനായിട്ട്. ഞാനിന്ന് സരിതയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് വാഷ് ചെയ്യണ കാര്യമൊക്കെ പറഞ്ഞിട്ടാ ആൻസൂട്ടാ ഡ്രസ്സ് വാഷ് ചെയ്യണ കാര്യം പറഞ്ഞു. സരിത എന്നാ അറിയുന്നത് ആൻസൂട്ടിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യണമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. നീ അമ്മച്ചി ഡ്രസ്സ് വാഷ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് നീ കിടന്ന് ബഹളം വെച്ചില്ല ഒരു ദിവസം വന്നപ്പോൾ. ഒരു പ്രാവശ്യം ഒന്നുമല്ല, നീ പല പ്രാവശ്യം ബഹളം വെച്ചിട്ടുണ്ട്. ഞാൻ അലക്കാൻ വെച്ചിട്ട് പോയ ഡ്രസ്സ് എടുത്ത് അലക്കി. എന്ത് പ്രശ്നമാണ് നീ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. എൻ്റെ ഡ്രസ്സ് ഇവൻ തന്നെ വാഷ് ചെയ്യും, കൂട്ടത്തിൽ എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ വാഷ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഒരു ദിവസം ഇവനും എനിക്കെല്ലാം പനി പിടിച്ചിട്ട് ഞങ്ങളുടെ ഡ്രസ്സൊന്നും അലക്കാതെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഒത്തിരി ഡ്രസ്സ് ഉണ്ടായിരുന്നു, എൻ്റെ ഒത്തിരി ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു ഇവൻ്റെ ഡ്രസ്സെല്ലാം ഇവനാ കഴുകുന്നത്. ഞാൻ പറഞ്ഞു ഇവനോട് നീ അത് ഫുള്ള് കൊണ്ടുപോയാൽ നീ കഴുകത്തില്ല, നീ ഒരു കാര്യം ചെയ്ത് നീ കുറച്ച് കൊണ്ടുപോയിട്ട് കഴുകുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ്റെ പേർക്ക് എന്താ ചെയ്തെന്നറിയാവോ, അവൻ്റെ ഡ്രസ്സ് ഫുൾ അവന്മാർ കെട്ടിക്കൊണ്ട് പോയി 2 ബക്കറ്റ് നിറച്ച്. എന്നിട്ട് ഇവൻ അത് അവിടെ കൊണ്ടിട്ട് ഓരോന്നോരോന്ന് എടുത്ത് ഇവൻ അലക്കിക്കൊണ്ടിരിക്കുവാണേ. അലക്കിയിട്ട് തീരുള്ള ചെറുക്കം നിന്നിങ്ങനെ കുഴഞ്ഞ് ബാക്കിയെല്ലാം അലക്കണ ചെളിയെല്ലാം തെറിച്ച് അവിടെ കൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാ. എന്നിട്ട് അത് ഞാൻ അലക്കി തരാടാന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോൾ ഇത്രയും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവൻ്റെ ഫുൾ ഡ്രസ്സും ഇവൻ്റെ ഒരെണ്ണം പോലും ഇല്ലാതെ ഫുൾ ഡ്രസ്സും ഉണ്ടായിരുന്നു. അത് പിന്നെ മൊത്തം ഞാൻ അവിടെ നിന്ന് അലക്കി തീർത്ത് 2-3 മണിക്കൂർ എടുത്ത്. അതിനുശേഷം പിന്നെ മോളിൽ കയറ്റി നമ്മളെ വീടിൻ്റെ ടെറസിലാണ് ഇടുന്നത്. അവിടെ കയറ്റിയിടാനായിട്ട് പിന്നെ ഇവൻ കൂട്ടിട്ടാ. പണിയെടുക്കാനായിട്ട് യാതൊരു മടിയും ഇല്ല. തേങ്ങ പൊതിച്ച് തരും. അതുപോലെ തന്നെ വിറക് പറമ്പിൽ നിന്ന് പറക്കിക്കൊണ്ട് വന്ന് ചുവന്ന് കൊണ്ടിട്ട് അത് വെട്ടിയിടും. വീടിനകത്ത് കയറ്റിക്കൊണ്ട് തരാറില്ല അല്ലടാ. വല്ലപ്പോഴൊക്കെ വീടിനകത്ത് പറ. പിന്നെ ഇവൻ്റെ ആർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട്ട് വെട്ടിത്തരും. പിന്നെ എന്ത് ജോലിയാടാ നീ ചെയ്യുന്നത്? തുണി അലക്കുന്ന ഏറ്റവും ഇഷ്ടം തോന്നും. പാത്രം കഴുകൂട്ടെ. ആരും പറഞ്ഞില്ലാലും ചിലപ്പോൾ ഒന്ന് പാത്രമൊക്കെ കഴുകുന്ന കാണാം. നമ്മളെ നിർബന്ധിക്കൊന്നും വേണ്ട. നിർബന്ധിച്ച് ഞാൻ ഇവനെ കൊണ്ടൊന്നും ചെയ്യിക്കാറൊന്നുമില്ല. നിർബന്ധിച്ച് ചെയ്യിക്കാറുണ്ടോടാ? ഞാനില്ലല്ലോ. ഞാനൊരു കാര്യം ഇവനോട് പറയാറില്ല, ഇവൻ തന്നെ ജോലി ചെയ്യാൻ പാടില്ല. പക്ഷെ നിർബന്ധിച്ച് ഞാൻ ചെയ്യിക്കുന്നത് പഠിക്കണ കാര്യം. പക്ഷെ ഈ വർഷം പഠിക്കണ കാര്യം എനിക്ക് അധികം നിർബന്ധിക്കേണ്ടി വന്നിട്ടില്ല. സ്വയം എടുത്താണ് ഇവൻ എല്ലാം പഠിക്കുന്നതൊക്കെ. സ്വയം പഠിക്കുന്നു, പോകുന്നു, ഫുൾ മാർക്കൊക്കെ വാങ്ങുന്നു, തിരിച്ചു വരുന്നു. പിന്നെ ഈ പ്രാവശ്യം സയൻസിന് ഇച്ചിരി പുറകോട്ട് പോയിട്ടുണ്ടല്ലേ? സയൻസിന് ഫുൾ മാർക്കാണ് കിട്ടിയിട്ടില്ല ഇതുവരെ. 1 മാർക്ക് പോണില്ല, അത് വലിയ സംഖ്യയാണ്. 4 മാർക്കിൽ 1 മാർക്ക് എന്നൊക്കെ കുറയുന്നത്. അതെന്നാ അങ്ങനെ പോകുന്ന കാരണം? അയ്യ ഇങ്ങനെ ചെറുതൊക്കെ ഇരിക്കും, ഒരു കുഴപ്പമില്ല. വലിയ ശല്യക്കാരനൊന്നുമില്ല. ഡാൻസ് ഭയങ്കര നമ്മുടെ മനസ്സറിഞ്ഞൊക്കെ പെരുമാറുന്ന വച്ചാട്ടോ ആൻസൂട്ടൻ. അതുപോലെ തന്നെ ഇവനും അതെ, ഇവനും നമ്മുടെ മനസ്സറിഞ്ഞൊക്കെ പെരുമാറുന്ന വച്ചാ ഇവൻ. ഇപ്പം ഇവൻ കിടക്കുവേ, ക്യാമറ കണ്ട അവൻ അപ്പം കിടക്കും. ഇരിക്കുന്ന നോക്കിയൊക്കെ ഞങ്ങളുടെ നേരത്തേക്ക് ചാടി ഇരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ ഉള്ളിലെ ബോഡി ഗാർഡ് അവനാണെങ്കിലല്ല. ഇവനാണെങ്കിൽ രോമം എല്ലാം പോയിട്ടേ. ഇത് 2ാമത് വന്നതാണ്. ഇവന്റെ രോമം മുഴുവൻ കൊഴിഞ്ഞായിരുന്നു ചൂടുകാലത്തേടെ മാറിക്കിടാം. ഇവന്റെ ചൂടുകാലത്ത് ഇവന്റെ രോമം മുഴുവൻ കൊഴിഞ്ഞായിരുന്നു കേട്ടോ. ഇപ്പൊ ഇത് 2ാമത് വന്നതേ. ഞങ്ങളുടെ കൊച്ചിന്റെ മാല ഉണ്ടോ? അങ്ങനെ കാണിക്കില്ലടാ. ഇവന്റെ ഫോട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കയറി കാണുന്നവർക്കൊക്കെ മനസ്സിലാകുവേ. ഇവന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അത് കാണുന്നവർക്കൊക്കെ മനസ്സിലാകും. ഇവന് എന്തുമാത്രം രോമം, നല്ല ലുക്കായിരുന്നു. എല്ലാം മൊത്തം പൊഴിഞ്ഞിട്ട് വന്നിട്ട് പുതിയത് വന്ന അത് നല്ല കാര്യമായിട്ടോ. കാരണം പറഞ്ഞാൽ പഴയ അഴുക്ക് പിടിച്ച രോമങ്ങളെല്ലാം അങ്ങ് പോയിട്ട് നമ്മള് കുളിപ്പിച്ചു. നമ്മൾ കുളിപ്പിച്ചു കഴിഞ്ഞാണോടാ ഇവന്റെ രോമം പോയേ? ആ ഷാമ്പുവിന് പറ്റത്തില്ലാത്തോണ്ടാണോ പോലും, എന്താന്നറിയില്ല. ഡോഗ് ഷാമ്പു തന്നെയാ കൊണ്ടുവന്നേ. നമുക്ക് ഇനി പെറ്റ് ഷോപ്പിൽ നിന്ന് പോയിട്ട് വാങ്ങാം കേട്ടോടാ. ഞങ്ങൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ആദ്യം ചെയിന്. പിന്നെ അവന്റെ ഡോഗ് ഫുഡൊക്കെ നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങി. പുതിയ ബെൽറ്റ്, അത് ബെൽറ്റ് ഇട്ടിട്ടില്ല. അത് ബെൽറ്റിന് അത് ഇച്ചിരി ലൂസ്, അതൊന്ന് ക്ലിയർ ആക്കണം. എഴുന്നേറ്റിരിക്കടാ ആൻസേ, എഴുന്നേറ്റിരിക്കടാ. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ 5000 സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം അതിലും ഒരുപാട് സന്തോഷമുണ്ട്. 5K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. ഈ 5K എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഒരിക്കലും അറിയാത്ത, നേരിട്ട് കാണുമെന്ന് പോലും അറിയാത്ത, പക്ഷെ എല്ലാവരെയും കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ മിണ്ടണേ. ഞങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാതെ ഒന്നും പോകരുത് കേട്ടോ. ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇന്ന ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നും. ഇങ്ങോട്ട് വന്ന് മിണ്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ തൊടുപുഴയൊക്കെ ഇറങ്ങുമ്പോൾ ഈ ഏരിയയിലൊക്കെയുള്ള തൊടുപുഴ ഭാഗത്തൊക്കെ നമുക്കറിയാത്ത ഒരുപാട് പേര് വന്നിട്ട് യൂട്യൂബ് ഉള്ളതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ദിവസം ഈ ഇവിടെ അമ്പലത്തിൽ വന്നപ്പം അവര്
പിന്നെ ഒരു ദിവസം വാഗക്കാട് പോയി കഴിഞ്ഞപ്പം ഇവൻ യൂട്യൂബിലുള്ളതല്ലേ ഇവനോട് ആരണ്ട് ചോദിച്ചെന്ന്. ഇവൻ വാഗക്കാട് വളരേണ്ട കുട്ടിയാണ്. അപ്പം അവിടെയുള്ള വാ യൂട്യൂബിലുള്ള കുട്ടിയല്ലേ എന്ന് മറ്റേ ആ കടയിൽ വെച്ചല്ലേടാ നിന്നോട് ചോദിച്ചത്, പൈസയേട്ടൻ്റെ. വാ പിന്നെ തൊടുപുഴയൊക്കെ പോകുമ്പോൾ പലരൊക്കെ കാണുമ്പോൾ ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഒരുപാട് പേരെ കാണാൻ സാധിക്കുന്നതിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മടിക്കരുത്. വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് ഇഷ്ടമുണ്ട്. അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മടിക്കാതിരിക്കും. ചെറുക്കെ സ്പൂൺ വെച്ച് കാലിൻ്റെ ഉള്ളിലിട്ട് എറിഞ്ഞ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസർ. ബൈ. അതെന്തോടാ.